പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയസ്തംബിഊനക അഹഖ ഹുവ ഖുൽ ഈ റബ്ബി. ഇത് സത്യമാണോ എന്ന് നിന്നോട് അവർ അന്വേഷിക്കുന്നു. പറയുക, അത് എൻ്റെ രക്ഷിതാവിനെ തന്നെയാണ് സത്യം. തീർച്ചയായും ഇത് സത്യം തന്നെയാണ്. നിങ്ങൾക്ക് തോൽപ്പിച്ചു കളയാനാവില്ല. ഇപ്പോൾ ഖുർആൻ സത്യമാണോ എന്ന്, നേരത്തെ മുമ്പിൽ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ എന്നവർ ചോദിക്കും. കാരണം തൊട്ട് മുമ്പത്തെ ആയത്തിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നിറങ്ങുന്നതിനെ പറ്റി പറയുന്നുണ്ട്. രാത്രിയോ പകലോ നിങ്ങൾ കിടന്നുറങ്ങുമ്പോഴോ അള്ളാഹുവിൻ്റെ ശിക്ഷ വരും, ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് മുകളിലത്തെ ആയത്തിൽ പാടുന്നുണ്ട്. അപ്പോൾ അവർ അത് കേട്ടപ്പോൾ ചോദിക്കും, ഇതൊക്കെ സത്യം തന്നെയാണോ എന്ന് ചോദിക്കും. അപ്പം പ്രവാചകനോട് പറയാണ്. അപ്പോൾ പ്രവാചകരെ പറയുകയെല്ലാം സത്യം തന്നെയാണ്, ഇത് തീർച്ചയായും വന്നു ഭവിക്കുക തന്നെ ചെയ്യുമെന്ന് പറയുകയാണ്. വലിയ ശിക്ഷയ്ക്ക് എങ്ങനെയാണ് വരിക അല്ലേ? നമുക്ക് തന്നെ അറിയാൻ പറ്റില്ല. ചൂരൽമല ദുരന്തം അല്ലേ? ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു? അവിടെ അത്ര വിനോദസഞ്ചാരികൾ ഉണ്ടായിരുന്നു, അവരാരും പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെ സംഭവിക്കുന്നു? കാരണം കാലങ്ങളായ മലകൾക്ക് ഒരു മാറ്റവുമില്ല. പെട്ടെന്ന് സുപ്രഭാതത്തിൽ അത് വീഴുന്നാലും അറിയില്ലല്ലോ അല്ലേ? ഹിപ്പോപ്പൊട്ടാമസ് വായ തുറന്ന മാതിരി അല്ലേ? ഹിപ്പോപ്പൊട്ടാമസ് എന്ത് ചെയ്യും? വായ തുറന്നങ്ങനെ വെക്കും, വെള്ളത്തിൽ കുറേ നേരം വെക്കും. കുറച്ച് നേരമൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും? പ്രാണികൾ ആദ്യത്തെ ഒരു 10 മിനിറ്റ് ഒന്നും പ്രാണികൾ വായിലേക്ക് പോയില്ല, കാരണം അത് അനക്കമുണ്ടല്ലോ. പിന്നെ ഒരു അരമണിക്കൂറൊക്കെ അങ്ങനെ വെക്കുമ്പോൾ എന്ത് ചെയ്യും? പ്രാണികൾ എന്ത് ചെയ്യും? ആ പല്ലിലെ അവശിഷ്ടങ്ങൾ ഭക്ഷിക്കാനായിട്ട് എങ്ങനെ വരും? അപ്പം നമുക്ക് ഒറ്റ താത്തല ഒരുപാട് പ്രാണികളെ നമുക്ക് വായിലാക്കാൻ കഴിയും. അപ്പോൾ ഇതുപോലെയാണ് അള്ളാഹുവിൻ്റെ ചെയ്ത്. കാലങ്ങളായ മലകളും കുന്നുകളും അതേപോലെ നിൽക്കും. നമുക്കറിയാം, ആ ചൂരൽമലയിലൊക്കെ വലിയ വലിയ കല്ലുകൾ, ഒരു വീടിൻ്റെ 2 വീടിൻ്റെ ഒക്കെ വീതിയും വിസ്താരമുള്ള കല്ലുകളൊക്കെ ഉരുണ്ട് മറിഞ്ഞ് ഇവിടെ എത്തി. കാരണം അതൊക്കെ കാലങ്ങളായ മലയുടെ മുകളിൽ നിന്ന കല്ലുകളാണത്. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എന്തെങ്കിലുമൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് നന്നായിട്ട് വീടടക്കം അരച്ച് കുടിച്ച് അങ്ങോട്ട് പോയി. കരിമ്പ് ജ്യൂസ് ഉള്ളിൽ കൂടെ കരിമ്പ് പോകുന്ന മാതിരി അങ്ങോട്ട് അരച്ചങ്ങോട്ട് കൊണ്ടുപോയി. ഇത്രയുള്ള അള്ളാഹുവിൻ്റെ പണി. അതൊക്കെ അള്ളാഹുവിൻ്റെ സൈന്യങ്ങൾ എല്ലായിടത്തും നിലനിർപ്പിച്ചിട്ടുണ്ട്. ഒരു ഓർഡർ കിട്ടിയാൽ മതി അല്ലേ? പ്രവാചകനോട് ജിബ്രീൽ മാലയൊക്കെ വന്ന് ചോദിച്ചല്ലോ, പ്രവാചകരെ ഞങ്ങൾ ഒറ്റ ഓർഡർ മതി, 2 മലകൾ ഞാൻ കൂട്ടി ഞെരിച്ച് ഈ ത്വായിഫ് ജനതയെ ഞാൻ ഞെരിച്ച് കളയാം എന്ന് ചോദിച്ചു. പ്രവാചകൻ്റെ ആ വിട്ടുവീഴ്ച മൂലം പ്രവാചകന് വേണ്ട, എന്നല്ലെങ്കിൽ നാളെ അവർ ഇസ്ലാമിലേക്ക് വന്നാലോ എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ മലകൾക്കൊക്കെ കാവൽ നിൽക്കുന്നുണ്ട് മാലാഖമാർ. അള്ളാഹുവിൻ്റെ ഓർഡർ മതി, അല്ലെങ്കിൽ മനുഷ്യർ ദുഷിച്ചു കഴിഞ്ഞ ഉടനെ അവർ ആ ശിക്ഷ നടപ്പാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നന്നാവുക, തെറ്റിലേക്ക് പോവാതിരിക്കുക, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിക്കുക, സഹജീവികളെ സ്നേഹിക്കുക, അയൽക്കാരെ സ്നേഹിക്കുക, സമൂഹത്തെ നന്മ മാത്രം ചെയ്യുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു വാരിക്കൂരി നമുക്ക് നൽകും, വീണ്ടും വീണ്ടും നൽകും എന്ന് സൂറത്തുൽ കഹ്ഫിൽ ആ തോട്ടക്കാരുടെ കഥ പാടുന്നുണ്ടല്ലോ. വീട്ടിന് തോട്ടം കിട്ടി, അവന് സമ്പത്തും കിട്ടി, കാരണം കുറെ കാലം നല്ലവനായി ജീവിച്ചു. പിന്നീട് അവന് അഹങ്കാരം വന്നു, അപ്പോൾ നശിപ്പിച്ചും ചെയ്തു. അതാണ്. അപ്പോൾ ഏതൊക്കെ വ്യക്തികൾക്ക് എന്തൊക്കെ നന്മയുണ്ടോ അതിൻ്റെ കാരണം അവരുടെ പിതൃവ്യന്മാർ ചെയ്ത നന്മയാണ്. പിന്നീട് കാലം കഴിയുമ്പോൾ അവരിൽ ആ നന്മ പോകുമ്പോൾ എന്ത് ചെയ്യും? സമ്പത്തും പോകുന്നത് കാണാം. വലിയ പണക്കാരൊക്കെ നമുക്ക് കാണാം. പണക്കാരനാവാൻ കാരണം ഒരു മുമ്പത്തെ അവരുടെ തലമുറ ചെയ്ത നന്മയാണ്. അവരുടെ കഠിനാധ്വാനം അതുകൊണ്ടൊക്കെയാണ് പണക്കാരനാവുന്നത്. പക്ഷെ പെട്ടെന്ന് നശിച്ചു പോകുന്നതും കാണാം. അതെന്താണ്? അവരിൽ അഹങ്കാരം വരുമ്പോൾ അത് നശിപ്പിക്കും. പിന്നെ ഒരു വ്യക്തി നന്നാവുമ്പോൾ നശിപ്പിക്കും. ഒരു വ്യക്തി സമ്പത്തിനെ നമുക്ക് നമ്മുടെ ഒരു ശത്രുവായിട്ടും എടുക്കാം, നമ്മുടെ അന്തകനായിട്ടും സമ്പത്തിനെ കണക്കാക്കാം. അപ്പോൾ സമ്പത്ത് നമ്മളെ നശിപ്പിക്കും. അപ്പം ഈ വ്യക്തി നന്നായി തുടങ്ങുമ്പോൾ എന്ത് സമ്പത്ത് നഷ്ടപ്പെടുന്നു നമുക്ക് കാണാം. ദുസ്വഭാവിക വ്യക്തി സൽസ്വഭാവികമായി മാറുമ്പോൾ അവൻ്റെ സമ്പത്തും കുറയുന്നു, അല്ലെങ്കിൽ അവന് നല്ല ജോലി കിട്ടുന്നത് നഷ്ടപ്പെടുന്നു ഒക്കെ കാണുന്നത്. ആ ജോലി മുമ്പ് നല്ല ശമ്പളം കിട്ടുന്ന ജോലി അവന് ബാധ്യതയായി മാറുന്നു അള്ളാഹുവിന് അറിയാം. അതുകൊണ്ട് അവന് നന്നായി വരുമ്പോൾ അവൻ്റെ ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വരും. ഒരു KSRTC ഡ്രൈവർ ഉണ്ടായിരുന്നു, നമുക്കറിയാം.
ഒരു ബസ് കെട്ടിവലിക്കേണ്ട, വെള്ളപ്പൊക്കത്തിന് സമയത്ത് ബസ് കെട്ടിവലിക്കേണ്ട സംഭവമൊക്കെ ഉണ്ടായല്ലോ. അപ്പോൾ ആ ഡ്രൈവർ ജയൻ എന്നാ പേര്. ഒരു ജയൻ്റെ മാതിരിയൊക്കെ നടക്കും, ജയൻ്റെ ഡയലോഗൊക്കെ നടക്കും. അങ്ങനെ ഒരു വ്യക്തിയാണ്. KSRTC ഡ്രൈവറാണ്, നല്ല ഡ്രൈവറാണ്. ഒരു ചുവപ്പ് മാർക്ക് പോലും വരാത്തൊരു വ്യക്തിയാണ്. അങ്ങനെ ഒരു വെള്ളപ്പൊക്കം നടക്കുന്ന പ്രദേശത്ത് അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, അതെങ്ങനെയെങ്കിലും ജനങ്ങളെ അപ്പുറത്ത് മറുകര എത്തിക്കുന്നതിൽ അദ്ദേഹം എന്ത് ചെയ്തു, വെള്ളം ഒഴുകി വരുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു, ബസ് എടുത്തു. ആ റോട്ടിലൂടെ ബസ്സിന് പോകാനുള്ള വെള്ളമേ ആ റോട്ടിലുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് അങ്ങോട്ട് വെള്ളം വന്നുപോയി. പിന്നെ ബസ് അവിടെ പെട്ടുപോയി. അങ്ങനെ ബസ് കെട്ടിവലിക്കേണ്ടി വരുന്നത് വലിയ വിഷയമായി. അങ്ങനെ അദ്ദേഹത്തിന് KSRTC ജോലി നഷ്ടപ്പെട്ടു. അപ്പം ഇനിയിപ്പോൾ അദ്ദേഹത്തിന് ജോലി ഉണ്ടെങ്കിൽ അയാൾക്ക് ബാധ്യതയും മാറും. കാരണം അയാൾക്ക് ഒരു ചുവപ്പ് മാർക്ക് പോലും കിട്ടാത്ത വ്യക്തിയാണ്. അത്രക്കും കണ്ടീഷനായിട്ട് അയാൾ വണ്ടി ഓടിക്കുന്ന ആളാണ്. അപ്പം മറ്റുള്ളവരുടെ അസൂയകളൊക്കെ ഉണ്ട്. അപ്പോൾ അസൂയ മൂലം അദ്ദേഹത്തിന് പല ദുരിതങ്ങളും സമ്മാനിക്കും. അതുകൊണ്ട് അള്ളാഹു എന്ത് ചെയ്തു, അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് ഒഴിവാക്കി. അപ്പോൾ നന്മയാണ്, നന്മയാണ്. അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ടപ്പോഴും അദ്ദേഹത്തിന് ഒരു ക്ഷാമം ഉണ്ടായില്ല. കാരണം അദ്ദേഹം പൊതുവെ സാമ്പത്തിക അഭിവൃദ്ധിയുള്ള വ്യക്തിയാണ്. പിന്നെ മറ്റ് പല പ്രൈവറ്റ് ബസ്സുകാരും അദ്ദേഹത്തെ വിളിക്കുകയും അങ്ങനെ പ്രൈവറ്റ് ബസ്സിൽ ഡ്രൈവറായിട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. ജോലിയുണ്ട്, അയാൾക്ക് മറ്റ് തോട്ടത്തിൽ നിന്ന് വരുമാനമുണ്ട്, നഷ്ടമൊന്നുമില്ല. പറഞ്ഞു വരുന്നത്, നമ്മൾ നന്നാവുമ്പോൾ നമ്മുടെ സമ്പത്തും ചിലപ്പോൾ നഷ്ടപ്പെടുന്നത് കാണാം. കാരണം നമുക്ക് നന്മ കണ്ടമാന സമ്പത്ത് നമ്മൾ തിന്മയിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഒരുപാട് പണമുണ്ടെന്ന് കിട്ടുക, നമ്മൾ എന്ത് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് കുഴിമന്തി കഴിക്കും, മറ്റു പലതും കഴിക്കും. ഇന്നിപ്പോൾ രാവിലെ കാസിം ഉസ്താദിൻ്റെ പ്രഭാഷണത്തിൽ കേട്ടു, കുഴിമന്തി കഴിക്കാൻ പാടില്ല, ഒരിക്കലും കഴിക്കരുത്. ഒരിക്കലുമല്ല, തുടർച്ചയായിട്ട് കഴിക്കരുത്. കാരണം അത് പുകയിൽ നിന്നുണ്ടാക്കുന്നൊരു ഇതാണ്. തീ നേരിട്ട് കൊള്ളുക എന്ന് തോന്നുന്നു അതിൻ്റെ ഇറച്ചീൻ്റെ മുകളിൽ. അല്ലേ, നമ്മളൊക്കെ പാത്രത്തിൽ വെച്ചിട്ടാണല്ലോ, പാത്രവും വെള്ളവും അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്നിട്ട് ശേഷമാണല്ലോ അത് ചൂട് ഏൽക്കുന്നത്. നേരിട്ട ചൂട് ആ മാംസത്തിലേക്ക് വരികയാണോ, ഇപ്പോൾ പുക ആണെന്തോ അല്ല, അതൊന്ന് പറഞ്ഞു, അത് ഹാനികരമാണ്. കുഴിമന്തി കഴിക്കുന്ന നമുക്ക് ക്യാൻസർ വരുമെന്ന് പറഞ്ഞു. അപ്പം ഈ പണം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ കുഴിമന്തി ദിവസം കഴിക്കുക. അപ്പം നമുക്ക് എന്തായാലും ക്യാൻസർ വരും. എൻ്റെ അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ആശുപത്രിയിൽ കിടന്നു. എന്തുമാത്രം ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെയാണ്, ഒരു പരിശോധനകൾ, എൻഡോസ്കോപ്പി, ഇതൊക്കെ എന്തുമാത്രം പ്രയാസങ്ങൾ സഹിക്കേണ്ട പരിശോധനകളാണ്. ഇതൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. രോഗം വന്ന് ആശുപത്രിയിൽ കയറിയാൽ അവർ പെട്ടെന്നൊന്നും ഡിസ്ചാർജ് ചെയ്യില്ല. എല്ലാ പരിശോധനയും കഴിഞ്ഞ് ഒരു മരുന്നിനൊക്കെ ഭയങ്കര വിലയാണ്. 2 ആഴ്ചത്തേക്കുള്ള മരുന്ന് 4000 രൂപയാണ് വില. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രമിക്കുക. പറഞ്ഞു വരുന്നത്, പണം കൂടുമ്പോൾ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കും. അപ്പോൾ അതുവഴി നമുക്ക് രോഗങ്ങൾ വരും. രോഗങ്ങൾ വന്നാൽ വലിയ തുകയുള്ള മരുന്ന് കഴിക്കേണ്ടി വരും, പോലെ വേദന സഹിക്കേണ്ടി വരും. നമ്മുടെ വിലപ്പെട്ട സമയം ആശുപത്രി വരാന്തയിൽ ചെലവഴിക്കേണ്ടി വരും. അപ്പോൾ പണം നമുക്ക് എന്ത് ചെയ്യും, ഒരു ഫിത്തനയാണ്, നമുക്കൊരു ദുരന്തമായി കലാശിക്കും. പണത്തെ അധികം സ്നേഹിക്കാതിരിക്കുകയും അള്ളാഹുവിനെ സ്നേഹിക്കുകയും അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഭാഗ്യമാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ.